എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് നാളെ വൈകുന്നേരം 5 മണിയോടെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ സൈൻ ഇൻ ചെയ്യാവുന്നതുമാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ പേജിൽ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ടഡ് അത് പബ്ലിഷ്ഡ് അലോട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അലോട്ട്മെന്റ് നമ്പർ നോക്കുക. അലോട്ട്മെന്റ് നമ്പറിൽ 3 എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലും, അലോട്ട്മെന്റ് നമ്പറിൽ 2 ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലും, അതുപോലെ തന്നെ അലോട്ട്മെന്റ് നമ്പർ 1 ആണെങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോഴ്സ് ലഭിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭ്യമാകും. അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇന്ന കോളേജിലാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഇന്ന കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ഫീ ഡീറ്റെയിൽസ് സാധാരണ ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാവാറില്ല. കോളേജിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് അതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് അതിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ എടുക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസുമാണ് അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് എത്രയാണ് വരിക എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഈ ഒരു ഇഷ്ടമില്ലാത്ത കോളേജിലാണ് കിട്ടിയതെങ്കിൽ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാതെ തന്നെ അടുത്ത ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിൽ, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട്, അതായത് ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത ശേഷം NOC വാങ്ങിച്ചുകൊണ്ടും ഈ ഒരു, അതായത് ചില കോളേജ് മാത്രമേ NOC കൊടുക്കുള്ളൂ. കാരണം സെൽഫ് ഫിനാൻസ് കോളേജിൽ അധിക കോളേജും അതായത് NOC കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു NOC കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ ഫീസും തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത ശേഷം, അതായത് ഈ ഒരു രീതിയിൽ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാറില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് അവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. സാധാരണഗതിയിൽ ഗവൺമെൻറ് കോളേജാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ആ ഒരു കോളേജിൽ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ തന്നെ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കാണിക്കുകയും ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ പ്രത്യേകിച്ച് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു, അതായത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ അത് ചോദിച്ച്, അതായത് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത ദിവസത്തിനകം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും പിന്നീട് മുൻപ് കിട്ടിയ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുമുണ്ടായിരുന്നു. അപ്പോൾ അതായത് മുൻ വർഷമൊക്കെ ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കണം. കാരണം പിന്നീട് ആ ഒരു അഡ്മിഷൻ ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആകും. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് NOC കിട്ടാതെ കോളേജിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു കോളേജിൽ പഠിക്കേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു കോളേജിൽ നഴ്സിംഗ് പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് TC ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, താല്പര്യമുള്ള കോളേജാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് ടോട്ടലായിട്ട് കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കോളേജ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതായത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് കാണാം. ജസ്റ്റ് ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു PDF-ൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ സീറ്റ് അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് എത്ര മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ വിളിച്ച് എത്ര രൂപ ഫീസ് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് വരിക, അതായത് ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയതെങ്കിൽ ഓൾറെഡി നിങ്ങൾ ടോക്കൺ ഫീ ഇനത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് ആണെങ്കിൽ 23,107 രൂപ അടച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു MLT ആണെങ്കിൽ ഏകദേശം 20,860 രൂപയാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ ഫീസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാകും, ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ PTA ഫണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ്, അതായത് ഹോസ്റ്റൽ ഫീസ് ഏകദേശം ഒരു 3,000 റേഞ്ചിലാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, ബുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ കോസ്റ്റും അതുപോലെ PTA ഫണ്ടുമാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ പോകുന്ന സമയത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 10,000 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് വരാനുള്ള സാധ്യത. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ കിട്ടിയിട്ടില്ല, അത് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കുറേ ഗവൺമെൻറ് കോളേജസിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്നിൽ വിളിച്ച് നോക്കിയാൽ മതി. കാരണം എല്ലാ ഗവൺമെൻറ് കോളേജിലും സെയിം ഫീസ് തന്നെയാണ് വരിക, അതായത് PTA ഫണ്ടൊക്കെ സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കാര്യമാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കാര്യം നമുക്ക് നോക്കാം. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നഴ്സിംഗിനാണെങ്കിൽ എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യം നോക്കാം. ഇതിനനുസരിച്ച് മറ്റ് കോഴ്സുകൾക്ക് നഴ്സിംഗിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫീസിൽ, അതായത് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട ഫീസിൽ കുറവുണ്ടായിരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നഴ്സിംഗിൻ്റെ നോക്കുന്ന സമയത്ത് 73,025 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി നമുക്ക് MLT കോഴ്സ് നോക്കാം. അതായത് MLT കോഴ്സ് നോക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കിവിടെ OP കോഴ്സ് നോക്കുന്ന സമയത്ത് ഏകദേശം 63,000 ആ റേഞ്ചിലാണ് ഫീസ് വരുന്നത്, അതായത് ട്യൂഷൻ ഫീ വരുന്നത്. ഇനി നമുക്ക് MLT നോക്കുന്നതാണെങ്കിൽ 80,850 രൂപയാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് 14,500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫീസിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗിനാണ് കിട്ടിയതെങ്കിൽ എത്ര രൂപ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആദ്യം ഓൾറെഡി നിങ്ങൾ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ടോട്ടലായിട്ട് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക, അതായത് ഈ ഒരു 96,325 രൂപയാണ് ഈ ഒരു, അതായത് ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും കൂട്ടുന്ന സമയത്ത് ടോട്ടലായിട്ട് വരിക. അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് അഡ്മിഷൻ, അതായത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ടിനത്തിൽ ഏകദേശം 3,000 രൂപ തൊട്ട് 5,000 രൂപ വരെ PTA ഫണ്ട് അതുപോലെ മറ്റ് ഫീസുകളൊക്കെ ആയിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ഹോസ്റ്റലിന് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ തന്നെ ഹോസ്റ്റൽ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 7,000 രൂപ, അതായത് 5,000 മുതൽ 7,000 രൂപയ്ക്ക് അടുത്ത് ഫീസ് വരും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം ഒരു 2,500 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഈ ഒരു ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ മെസ്സ് ടോട്ടൽ കൂട്ടിയിട്ടാണ് ഈ ഒരു 7,000 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ചിലപ്പോൾ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു കോളേജിൻ്റെ പുറത്ത് താമസിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും നിങ്ങൾ ഈ ഒരു റേഞ്ചിലാണ് ഫീസ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട്, ചിലപ്പോൾ ഈ ഒരു ഫീസിൽ കുറവും വന്നേക്കാം. ഇത് ജസ്റ്റ് ഞാൻ ഒരു ഏകദേശം ഫീസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുള്ളത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ ഫീസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ 25,000 രൂപ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഫീസ് നിങ്ങൾക്ക് എത്രയാണ് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 96,000 നിന്നും ഏകദേശം 25,000 രൂപ കുറച്ച ശേഷമുള്ള, അതായത് ബാക്കി പൈസ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു 25,000 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 71,325 രൂപയാണ് വരിക. അതിനോടൊപ്പം നിങ്ങൾ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് അതുപോലെ 3,000 PTA ഫണ്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 81,000 അതുപോലെ 84,000, അതായത് 84,000 രൂപ നിങ്ങൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. അത് 85,000 നമുക്ക് റൗണ്ടായിട്ട് എടുക്കാം. അപ്പോൾ 85,000 രൂപ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു 7,000 രൂപ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസിനത്തിലും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു 90,000 91,000 രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഈ ഒരു ഹോസ്റ്റൽ കൂടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസ്, ഞാൻ ഏകദേശ ഫീസ് പറഞ്ഞതാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ വിളിച്ച് ആ ഒരു എത്ര രൂപയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ യൂണിഫോം അതുപോലെ ബുക്ക് ഇവയ്ക്കൊക്കെ പിന്നീട് ഫീസ് അടച്ചാൽ മതിയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ട്യൂഷൻ ഫീസ് ഇനത്തിൽ വരുന്ന ഫീസുകൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ, അതായത് ഗഡുക്കളായിട്ട് ഫീസ് അടക്കാനുള്ള അനുമതി കോളേജുകൾ നൽകാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഒരു വർഷം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഏകദേശം 85,000 രൂപ കോളേജിൽ ഫീസ് ഇനത്തിൽ തന്നെ ആയിട്ട്, അതായത് PTA ഫണ്ടൊക്കെ ആയിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു വർഷം കോളേജിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഏകദേശം,
അതായത് 1,10,10,000 രൂപയാണ് ആദ്യ വർഷം വരിക. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 7,000 രൂപ ആ ഒരു ഫീസ് ഇനത്തിൽ കാണുകയാണെങ്കിൽ ഏകദേശം 10 മാസത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു 70,000 രൂപ വരും. അതായത് 12 സാധാരണ 2 മാസം അവധിയായിരിക്കും. നഴ്സിംഗിന് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മാസമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതെങ്കിൽ ഏകദേശം 70,000 രൂപ വരുന്നതാണ്. അതായത് 7,000 രൂപ കണക്കാക്കിയിട്ടാണ് ഈ ഒരു 70,000 എന്ന് പറയുന്നത്. ഈ ഒരു ഫീസിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ കുറയുകയും കൂടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.